പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മളെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, അതായത് ഓരോരോ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു പ്രവണതയിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാതിരിക്കുക, ഇതെന്റെ ഒരു അപേക്ഷയാണ്. നമ്മൾ ഒരു വ്യക്തിഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അയാളെ നമ്മൾ ഇല്ലാതാക്കുകയും അയാളെ ആശ്രയിച്ചിരിക്കുന്ന ആശ്രിതർക്ക് വഴിമുട്ടുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഫേമസ്, അതായത് വൈറലാവണം, ഫേമസ് ആവണം, നമുക്ക് കുറച്ച് പൈസകൾ വേണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരാളെ, തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ ഒരിക്കലും തെറ്റുകാരനാക്കരുത്. സമൂഹത്തിൽ അയാൾ തെറ്റുകാരനായ ചിലർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. ചിലരെ കൊണ്ട് മനസ്സിന് കട്ടിയില്ലാത്ത ചില ആൾക്കാരുണ്ട്. അവർ പെട്ടെന്നാണ് അവർ തീരുമാനങ്ങൾ എടുത്ത് അവർക്കുള്ള ജീവിതം അവസാനിപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള പ്രവണത ഒഴിവാക്കി കളയുക. കാര്യം നമുക്ക് വൈറലാവണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടല്ല നമുക്ക് വൈറലാവേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രശസ്തി നേടാൻ പറ്റും. അതിനുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം നമ്മളെ ഉള്ളിലുണ്ട്. നമ്മൾ അത് ചിന്തിച്ചും കണ്ടും നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് അതിന്റെ പ്രയോജനങ്ങൾ കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് നമുക്ക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുതരും. അല്ലാതെ നമുക്ക് ഇതാവണമെന്നും പറഞ്ഞ് ഒരാളെ നമ്മൾ ഇല്ലാതാക്കി കളയരുത്. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാരണമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നമുക്ക് അത് തീർച്ചയായിട്ടും കാലം അത് കൊണ്ടുതരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പ്രവണതയിലേക്ക് പോകരുത്. ഒരു സ്ത്രീ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു 10 സ്ത്രീ വിചാരിച്ചാൽ ഈ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളുമാണ് തെറ്റുകാരാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് ഇന്ന് നമ്മളെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുരുഷന്മാര് തീർച്ചയായിട്ടും അവരെ ഒറ്റപ്പെടുത്തുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 10 പേര് വന്ന് നമ്മളെ ഇതുപോലുള്ള കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുകയും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്ത്രീകളെ ഉള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിനും അത് ദോഷമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട്, ഞാൻ ന്യൂസുകൾ കണ്ട്, ഇത് കണ്ടതിന് ശേഷം തീരുമാനിച്ചതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. എനിക്ക് ആരെയും വ്യക്തിപരമായിട്ട് ഇത് ചെയ്യണമെന്നുള്ള താല്പര്യക്കാരനല്ല ഞാൻ. എന്നാലും ഇത് ചെയ്യാതിരിക്കാനും എനിക്ക് പറ്റാതെ വന്നു. കാര്യം അത്രയും നമുക്ക് ഈ സമൂഹത്തിന് ദോഷം വരുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോരോ ആൾക്കാർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഇതിന് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാവും. ഇന്നില്ലെങ്കിൽ നാളെ ആയാലും നിങ്ങൾക്ക് വിജയങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നല്ല മനസ്സോടുകൂടി നമ്മൾ നല്ല രീതിയിൽ പെരുമാറി, നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം. അത് ആരെ കൊണ്ടും തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.